നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യാത്രക്കാർക്ക് തങ്ങളുടെ ലഗേജിൽ കൊണ്ടുപോകാനും കൊണ്ടുവരാനും അനുവദിക്കപ്പെട്ടതും നിരോധിക്കപ്പെട്ടതുമായ വസ്തുക്കൾ അനവധിയാണ്. ഇത് മുൻനിർത്തിയാണ് കഴിഞ്ഞ ദിവസം യാത്രക്കാർക്കായി കൂടുതൽ നിർദ്ദേശങ്ങൾ പങ്കുവച്ചുകൊണ്ട് UAE അധികൃതർ എത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും യാത്രക്കാർ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുമായ ഒന്നാണ് മറ്റുള്ളവരുടെ ലഗേജ് വാങ്ങാതിരിക്കുക എന്നത്. UAEയിലേക്ക് യാത്ര ചെയ്യുന്നവർ അജ്ഞാതരിൽ നിന്നും ലഗേജുകൾ സ്വീകരിക്കരുതെന്ന കർശന നിർദ്ദേശമാണ് അധികൃതർ നൽകുന്നത്. ബാഗുകളിൽ എന്താണെന്നറിയാതെ ലഗേജുകൾ സ്വീകരിച്ചാൽ കുഴപ്പത്തിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ടെന്ന് UAE ഫെഡറൽ കസ്റ്റംസ് അതോറിറ്റി അറിയിക്കുകയുണ്ടായി. UAEയിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്ന യാത്രക്കാർ അജ്ഞാതരിൽ നിന്ന് ലഗേജുകളോ ബാഗുകളോ സ്വീകരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും അവരുടെ ബാഗിനുള്ളിൽ എന്തെല്ലാമാണുള്ളതെന്ന് അറിയാതെ കൈമാറരുതെന്നും അധികൃതർ ആവശ്യപ്പെടുകയുണ്ടായി. അജ്ഞാതരിൽ നിന്നും വാങ്ങുന്ന ലഗേജുകളിൽ എന്താണെന്നറിയാതെ പല കുഴപ്പങ്ങളിൽ ചാടുന്നവരുണ്ട്. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് ദിനംപ്രതി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇതിനു പിന്നാലെയാണ് മുന്നറിയിപ്പുമായി അധികൃതർ എത്തിയത്. ഇതിന് കാരണം മറ്റൊന്നുമല്ല, മറ്റെല്ലാ രാജ്യങ്ങളെയും പോലെ തന്നെ UAEയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ യാത്രക്കാർക്ക് കൊണ്ടുവരാൻ പാടില്ലാത്ത വസ്തുക്കളെ കുറിച്ചും കസ്റ്റംസ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. നിരോധിച്ചിട്ടുള്ള വസ്തുക്കളിൽ മയക്കുമരുന്നുകൾ, ചൂതാട്ടത്തിനുള്ള ഉപകരണങ്ങളും യന്ത്രങ്ങളും, നൈലോൺ കൊണ്ടുള്ള മീൻവല, പന്നിവർഗത്തിൽപ്പെട്ട മൃഗങ്ങൾ, ആനക്കൊമ്പ്, ചുവന്ന ലൈറ്റുള്ള ലേസർ പെൻ, വ്യാജ കറൻസികൾ, ആണവ വികരണമേറ്റ വസ്തുക്കൾ, മതനിന്ദയുള്ളതോ അശ്ലീലം ഉൾക്കൊള്ളുന്നതോ ആയ പുസ്തകങ്ങളും ചിത്രങ്ങളും, കൽപ്രതിമകൾ, വെറ്റില ഉൾപ്പെടെയുള്ള മുറുക്കാൻ വസ്തുക്കൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ഇതേസമയം ഇതേക്കുറിച്ചുള്ള അറിവില്ലായ്മ യാത്രക്കാരുടെ സുരക്ഷയെ ബാധിക്കുകയും പലരുടെയും യാത്ര തടസ്സപ്പെടുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പുമായി അധികൃതർ രംഗത്തെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കുന്ന അറബിക്, ഇംഗ്ലീഷ്, ഉറുദു ഭാഷകളിലുള്ള പ്രത്യേക ബോധവൽക്കരണ വീഡിയോയും FCA പുറത്തിറക്കി കഴിഞ്ഞു. ഇത് അതോറിറ്റിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും www.fca.gov.ae എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. അതോടൊപ്പം തന്നെ അധികൃതരുടെ അനുമതിയോടുകൂടി മാത്രം കൊണ്ടുവരാവുന്ന ചില നിയന്ത്രിത വസ്തുക്കളുമുണ്ട്. ജീവനുള്ള മൃഗങ്ങൾ, സസ്യങ്ങൾ, വളം, കീടനാശിനി, ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ, സ്ഫോടക വസ്തുക്കൾ, പടക്കം, മരുന്ന്, വൈദ്യോപകരണങ്ങൾ, പ്രസിദ്ധീകരണങ്ങൾ, പുതിയ വാഹനത്തിന്റെ ടയറുകൾ, വയർലെസ് ഉപകരണങ്ങൾ, മദ്യം, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങൾ, അസംസ്കൃത രത്നം, പുകയിലയിൽ നിന്നുണ്ടാക്കിയ സിഗരറ്റ് തുടങ്ങിയവ ഇതിൽ പെടുന്നു. ഇവ കൊണ്ടുവരണമെങ്കിൽ തന്നെ ഓരോ വസ്തുക്കളുമായും ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളുടെ മുൻകൂർ അനുമതി ആവശ്യമാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.